gives you her heart, don't you break it. Let your arms be a place she feels safe in. She's the best thing that you'll ever have. She always has trouble falling asleep, and she likes to cuddle while under the sheets. She loves pop songs and dancing and bad trash TV. There's still a few other things. She loves love notes and babies and likes giving gifts. Has a hard time accepting a good compliment. And she loves her whole family and all of her friends. You hear me when I call. You are my morning song. Though darkness fills the night, it cannot hide the light. Whom shall I fear? You crush the enemy underneath my feet. You are my sword and shield, though troubles linger still. Whom shall I fear? I know who goes before me, I know who stands behind. The God of angel armies is always by my side. The one who reigns forever, he is a friend of mine. The God of angel armies is always by my side. My strength is in your name, for you alone can save. You will deliver me, yours is the victory. Whom shall I fear? Whom shall I fear? I know who goes before me, I know who stands behind. The God of angel armies is always by my side. The one who reigns forever, he is a friend of mine. The God of angel armies is always by my side. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചു സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവജാലങ്ങളുടെയും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുളി ചെയ്ത ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ജീവിതസഖിയെ നൽകിയ ആദ്യ വിവാഹം ആശീർവദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ആദിത്യനും ഹവ്വായെയും അബ്രാഹത്തിനും സാറയെയും ഇസ്ഹാക്കിന് റബേക്കയെയും ജീവിതസഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകനെ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊന്നും ഉറപ്പുമാകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച വധുവരന്മാരെ കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതനാകുവാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹമായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഈ മകനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന് നാഥനായ മാറോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരുടെയും ഇവരുടെ വിവാഹം ശുഭമായി തീരുന്ന ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ലേഖനം 5-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ.
ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരു മനുഷ്യനും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ, മറിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തുകയും പരിപാലിക്കുകയുമാണല്ലോ ചെയ്യുന്നത്. ഇതുപോലെയാണ് മിശിഹ സഭയോടും പെരുമാറുന്നത്. കാരണം നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. പുതിയ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ പറയാറുണ്ട്, എല്ലാവരും അതിനകത്ത് ആർക്കും വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ അയാൾക്ക് വേണ്ടി 2 പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള എളിയ അഭ്യർത്ഥനയോട് കൂടി ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഇവരുടെ ഈ മനോഹരമായ കുടുംബജീവിതത്തിന് വേണ്ടി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ ഈ ദിവ്യബലി ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം.
സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈക്കുമുളകൾ പോലെയുമായിരിക്കും. മക്കളുടെ മക്കളെ കാണാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ള ചിന്തിക്കുക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തുലം എപ്പോഴും നിങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. അഞ്ചാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും എല്ലാറ്റിനും ഹൃദയം നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവപിതാവിനെ കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ആനന്ദത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോടെന്ന പോലെ ആയിരിക്കുകയും. എന്തെന്നാൽ മിശിഹാ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്. ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയനായിരിക്കുന്നത് പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും
അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അത് ജലം കൊണ്ടുള്ള മാമോദിസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണമായ സഭയെ കറയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധിയും കളങ്കരഹിതയും ആക്കുകയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹ സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇതൊരു മഹത്വമായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ച് അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. സ്നേഹം നിറഞ്ഞ യബിൻ, സൊനാലി, പ്രിയപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എബിൻ്റെയും സൊനാലിയുടെയും ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ജീവിതത്തെക്കുറിച്ച് വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്ത് സഭയിൽ വിവാഹം എന്ന പരിശുദ്ധമായ കൂദാശയിലൂടെ ഒരു കുടുംബജീവിതത്തിന് എബിനും സൊനാലിയും തുടക്കം കുറിക്കുന്ന പരിശുദ്ധമായ ദിവസത്തിൽ ഇവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബജീവിതം മരണം വരെ സന്തോഷത്തോടെ ദൈവാനുഗ്രഹപ്രദമായി തുടർന്നു കൊണ്ടുപോകുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധമായ അൾത്താരെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ പ്രതീകമായ ഈ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വചനമാകുന്ന ഈശോയുടെ മേൽ കൈവച്ച് ഇന്നു മുതൽ മരണം വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഈ അൾത്താരയിൽ കൂടി നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംവഹിച്ച് എടുത്തുകൊണ്ടു പോകണമെന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥനയാണ്. സ്വർഗത്തിന്റെ പ്രതീകമായി ഈ ബലിക്കല്ലിനെ നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എടുത്തുകൊണ്ടു പോകണം. കാരണം ഈ ജീവിതം ഒരു ബലിജീവിതമാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിശുദ്ധമായ അൾത്താരം. ജീവിതത്തിന്റെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ മാത്രമല്ല, വേദനയുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പരിഭവങ്ങളുടെയും അനുഭവങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമാണ്, നിശ്ചയമാണ്. പക്ഷെ അതിന്റെയൊക്കെ നടുവില് വിവാഹ ജീവിതം ബലി ചെയ്യപ്പെടേണ്ട ജീവിതമാണ്, ബലിക്കല്ലിൽ ബലി ചെയ്യപ്പെടേണ്ട ജീവിതമാണ് എന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്വർഗത്തെ കൂടി സംവഹിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾ ഇടവരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുണ്ട്, വഴി നടത്തിയ കൂടെ നടന്ന സഹോദരങ്ങളുണ്ട്, അക്ഷര വെളിച്ചം പകർന്നു തന്ന ഗുരുക്കന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ജീവിതം തുടങ്ങാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസ് ഭാര്യയായ സാറായെ ചേർത്ത് പിടിച്ച് മലമറയിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. വായിച്ചിട്ടുണ്ടോ? അറിയില്ല. പഴയ നിയമം വായിക്കുന്നു, നല്ലത് മനോഹരമായ പ്രാർത്ഥന. ചേർത്ത് നിർത്തിയിട്ട്, സാറായെ ചേർത്ത് നിർത്തിയിട്ട് തോബിയാസ് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്: ഞാനിവിടെ സ്വീകരിക്കുന്നത് ശാരീരികമായ അഭിലാഷത്താലല്ല, മറിച്ച് പരിശുദ്ധമായ പ്രണയത്താലാണ്. നിങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നത് ബാഹ്യമായ സമ്പത്തോ ശാരീരികമായ സൗന്ദര്യമോ മറ്റെന്തെങ്കിലുമോ കണ്ടുകൊണ്ടാവരുത്. കാരണം അതൊക്കെ നശിച്ചു പോകും, ഒരു ദിവസം അല്ലേ, തീർന്നു പോകും. പക്ഷെ നിങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധമായ പ്രണയത്താലാണെങ്കിൽ, ഈശോ കാണിച്ചു തന്ന പരിശുദ്ധമായ സ്നേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നതെങ്കിൽ ഈ ജീവിതം നിങ്ങളെ സംബന്ധിച്ച് സ്വർഗീയമായിരിക്കും, സംശയമൊന്നുമില്ല. മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നതെങ്കിൽ, പരസ്പരം അംഗീകരിക്കുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. കാരണം അതൊക്കെ തീർന്നു പോകുന്ന സമ്പത്തുകളാണ്. സ്നേഹം ഒരിക്കലും തീർന്നു പോകില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധമായ പ്രണയത്തിന്റെ പേരിൽ ഒന്ന് മാത്രമാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തിന്റെ പേരിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഈ വിവാഹ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് തീരും. പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾ റൂത്തിന്റെ പുസ്തകം വായിക്കണം, നല്ലതാണ്. ഈ റൂത്തിന്റെയും തോബിത്തിന്റെയും പുസ്തകങ്ങളൊക്കെ ഇടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. വിവാഹം കഴിഞ്ഞ് അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഇടയ്ക്ക് വീട്ടിലിരുന്നത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ റൂത്തിന്റെ പുസ്തകത്തില് നവോമി തന്റെ 2 മരുമക്കളെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, മക്കള് 2 പേരും മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് നവോമി മരുമക്കളെ ചേർത്ത് പിടിക്കുകയാണ്. ഓർഫായും റൂത്തും, അങ്ങനെയാണ് മരുമക്കളുടെ പേര്. ഇപ്പൊ ഈ ഭർത്താവ് മരിച്ചുപോയി, മക്കളെ മരിച്ചുപോയി. അത് കഴിഞ്ഞ് വരെ വിധവകളായി കഴിഞ്ഞപ്പോൾ ഓർഫായെയും റൂത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നവോമി പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ
എന്നെ വിട്ടു പോയി നിങ്ങളൊരു വിവാഹ ജീവിതമൊക്കെ കഴിച്ച് ജീവിക്കും. എനിക്ക് നിങ്ങളെ നോക്കാനും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കിടപ്പുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ ചേർത്ത് നിർത്താൻ എനിക്കാവില്ല. അപ്പം അതുകൊണ്ട് എന്നെ വിട്ടു പോകുമ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി ഒരു വിവാഹ ജീവിതമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്ന് ഓർഫയോടും റൂത്തിനോടും പറയുന്നുണ്ട്. രണ്ടുപേർക്കും പോകാൻ താല്പര്യമില്ലെങ്കിലും ഓർഫ നവോമിയെ വിട്ടുപോയി. റൂത്ത് അമ്മായി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ട് അമ്മയോട് റൂത്ത് പറയുന്ന ചില വാചകങ്ങളുണ്ട്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതൊന്ന് വായിക്കണം. റൂത്ത് അമ്മയോട് പറയുകയാണ്, അമ്മ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ ഞാനും വരും. അമ്മ എവിടെ വസിക്കുന്നുവോ അവിടെ ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിരിക്കും. അമ്മയുടെ ദൈവം എന്റെ ദൈവവും. അമ്മ എവിടെ മരിച്ച് അടക്കപ്പെടുന്നുവോ അവിടെ മരിച്ചടക്കപ്പെടാൻ ഞാനും ആഗ്രഹിക്കുന്നു. റൂത്ത് അമ്മയായ നവോമിയോട് പറയുന്ന ഈ വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് പരസ്പരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നീ എവിടെയൊക്കെ പോകുന്നുവോ അവിടെ ഞാനും വരും. വിവാഹം കഴിച്ചിട്ട് തനിച്ചാക്കി പോകരുത്. ഇതൊരു അഭ്യർത്ഥന. വിവാഹം കഴിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാൻ, ജീവിതം മൂടി പിടിപ്പിക്കാനായിട്ട് പരസ്പരം രണ്ട് സ്ഥലങ്ങൾ കലർന്ന് ജീവിക്കുമ്പോൾ ജീവിതത്തിന് ഈ വിവാഹ ജീവിതത്തിന് സൗന്ദര്യം കുറഞ്ഞു പോകുകയാണ്. അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. എബിൻ വസിക്കുന്നിടത്ത് വേണം സൊനാലിയും വസിക്കാനായിട്ട്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പിന്നെ പറയുക, അമ്മയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിരിക്കും. ഇന്നു മുതൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു കുടുംബം കൂടി സ്വന്തമാവുകയാണ്. അവിടെ മാതാപിതാക്കളുണ്ട്, അവിടെ ബന്ധുമിത്രാദികളുണ്ട്, അവിടെ കുറെ അധികം അടുപ്പക്കാരൊക്കെയുണ്ട്. എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. മാനസികമാണ്, സ്വാഭാവികമാണ്. എല്ലാവരും ഇഷ്ടപ്പെടാത്ത എളുപ്പമല്ല. പക്ഷേ ഇഷ്ടപ്പെടാത്ത ചില പരിസരങ്ങളെ കൂടി ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് വിവാഹ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറുക. എനിക്കിഷ്ടമില്ലാത്ത എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിലെ കുറെ മനുഷ്യരെ ചേർത്ത് പിടിക്കണം. അതിനാണ് വിവാഹം എന്ന് പറയുന്നത്. അമ്മയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരാണ്. അമ്മയുടെ ദൈവം എൻ്റെ ദൈവവും. വിശ്വാസ ജീവിതത്തില് പരസ്പരം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. എബിന്റെ കുടുംബത്തെ എനിക്കറിയാം. കുടുംബത്തിൽ നിന്ന് വൈദികനുണ്ട്. വൈദികന്റെ ബാച്ചുകാര് സുഹൃത്തുക്കളായിട്ടുള്ള അച്ഛന്മാരൊക്കെ ഇവിടെയുണ്ട്. ബലിപീഠം നിറച്ച് വൈദികരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബവും. സൊണാലിയുടെ കുടുംബവും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പരസ്പര വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എബിന്റെ വിശ്വാസം സ്വന്തമാക്കാൻ സൊണാലിക്കും സൊണാലിയുടെ വിശ്വാസ പാരമ്പര്യം ചേർത്ത് പിടിച്ച് പരസ്പര വിശ്വാസ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ദൈവം എൻ്റെ ദൈവവും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരുമാകുമ്പോൾ ഈ കുടുംബജീവിതം മനോഹരമാണ് കേട്ടോ. ഞാൻ അവസാനം പറയുക, അമ്മ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടണമെന്ന് എൻ്റെ ആഗ്രഹം. മരണം വരെ, അവസാന ശ്വാസം വരെ വിശ്വസ്തയോടെ ഇന്ന് നിങ്ങൾക്കുള്ള സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാ ദിവസവും പരസ്പരം പറഞ്ഞിട്ടുണ്ട്. അങ്ങ് സൊനാലി ഇവരോട് പറയാം, എബിൻ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടണം. അല്ലേ? അർത്ഥം എന്താ? അവസാന ശ്വാസം വരെ സന്തോഷത്തോടെ വിശ്വസ്തയോടെ ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. സന്താനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബജീവിതത്തിന് ഈ ഇടവക സാക്ഷിയാകും, സംശയമൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട്. വിശ്വസ്തയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ സകലരെയും ക്ഷണിക്കുന്ന മിശിഹായ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകാൻ പരിപഠിപ്പിച്ച മിശിഹായ പരസ്പര വിശ്വസ്തയോടും ജാഗ്രതയോടും കൂടെ സന്തോഷപ്രദമായ
സുഖകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കല്യാണത്തിൽ വെച്ച് തന്നെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കാൻ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പ്രിയ സഹോദരരെ, വധൂവരന്മാർ ബന്ധിതരാകാൻ പോകുന്നു. ഈ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എബിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സൊണാലി എന്ന് വിളിക്കപ്പെടുന്ന റോസ്മരിയായെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സൊണാലി എന്ന് വിളിക്കപ്പെടുന്ന റോസ്മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ എബിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ.
കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന് അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യവേദ മണ്ണിനോട് ചേർത്ത സ്നേഹസ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പാവന ബലിപീഠേ
സ്നേഹം നിറഞ്ഞവരെ, നന്ദിയുടെ ഒരു വാക്ക് അർപ്പിക്കുകയാണ്. ബഹുമാനമുള്ള വൈദികര് എൻ്റെ വാച്ചികരും സുഹൃത്തുക്കളുമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ്. നമ്മുടെ കുടുംബത്തെ പ്രതി, കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി യാത്ര ചെയ്ത് ഇവിടെ വന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം പല പ്രദേശങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി എബിനെയും സൊനാലിയെയും ഓർത്ത് അവരുടെ സ്നേഹത്തിൽ പങ്കുചേരുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരുണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിനെ വലങ്കേൽക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നായകനായ മാർയോസ്യപിതാവിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. മനുജനെ സൃഷ്ടിച്ച ജീവിത സഖിയെ നൽകിയിടും അവനെ വാഴ്ത്തിനമിച്ചിടാം. പരാമത്തെയും സാറേയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിയിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശ പ്രതീക്ഷകളും സബലീകൃതമായി തീരട്ടെ. പീഡകളെന്നും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. വധുവായി തിരുസഭയെ കൈക്കൊണ്ടവനാം തിരുനാഥൻ നൽവരദാനം നൽകട്ടെ. സംരക്ഷണവും ചിരകാലം വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും
സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവാൻ ഇവരുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓണമായി തുടങ്ങാം. നമ്മുടെ ബ്രൈഡിന്റെ ഫാമിലിയിൽ വെൽക്കം ചെയ്യാനായി ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ഒരു വെൽക്കം ഡാൻസ്. झुमकी बोट मैला मैला एन माया करिए माया करिए माया करिए माया करिए वलया पटी तविले तविले जुगल बंदी में गमले मवले झुमकी बोट मैला मैला एन माया करिए माया करिए नीनाद स्वरम बोल बंदा नीनाद स्वरम बोल बंदा नावि कमलम ना ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത് ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം
ഉന്മാദം ഔവ ഔവ മനസ്സാകെ ഉന്മാദം ഔവ 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 മഴത്തുമ്പി പാടുന്നു ഔവ ഔവ മയിൽ പിടയാടുന്നു ഔവ ഔവ മണിച്ചില്ല പൂക്കുന്നു ഔവ ഔവ മതിക്കുന്നു വർണ്ണങ്ങൾ ഔവ ഔവ മനസ്സാകെ ഉന്മാദം ഔവ ഔവ മനസ്സാകെ ഉന്മാദം ഔവ ഔവ Monica, love you Monica, baby ma Monica, Monica, love you Monica, baby ma Monica, Zum 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 zum, tak, bata jumba zum, tak, zum 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 zum, tak, bata jumba zum, tak, kala 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 kala, zum 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 zum, tak, bata jumba. Hey, udrade. Let us welcome our ever handsome groom, Emil Augustine, and very beautiful bride, Sonali Santosh, to the stage. We will go from this day on, take this world and make it ours. You and I. എല്ലാവർക്കും വളരെ സുഖകരമാണ്. However, as a formality, let us introduce the bride and groom in Kerala. Our beautiful bride, Sonali Santosh, is from the Indian family, daughter of Mr. Santosh and Mrs. China. Our groom's parents, Mr. Augustine and Mrs. Lizzie, to the dais. Open arms, we can own it. Miss Nina Augustine, she worked as a nurse. Feel it fall into place now. Next, I invite our bride's parents, Shiny Santosh, brother Mrs. Soni Santosh, working as an IT professional, and his wife, Miss Leo Elizabeth, working as an audiologist. All life long, we'll take this world from this day on. From this day on. And we'll dream out loud. Take our chance, take it now. We will go from this day on, take this world and make it ours. You and I, all life long. മണവാളിനും മണവാട്ടിക്കും മധുരം കൊടുക്കട്ടെ. മണവാളൻ നമ്മുടെ എബിനും മണവാട്ടി നമ്മുടെ സൊനാലിക്കും മധുരം കൊടുക്കട്ടെ. I've been known to take some punches. I'm no stranger to the fight. Spent some time down in the shadows, still adjusting to the light. I got some stories I could tell you, wear my feelings on my sleeve. Yeah, that's me. Like the edge of a knife, like the break of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best is yet to come. I've been rolling with the thunder, I'm no stranger to surprise. The storm that tried to pull me under, let
Get me closer to the light. Got some scars that I could show you, but I'm fighting to believe. Yeah, that's me. I waited with hope. I prayed through the night, dreaming of someone. Who said I love you first? Next question. ആരാണ് ആദ്യം വഴക്കുണ്ടാക്കുന്നത്? രണ്ടുപേരും ആദ്യമേ വഴക്കുണ്ടാക്കുന്നതാണോ പറയുന്നത്? ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ആരാ? ആർക്കാണ് ഏറ്റവും കൂടുതൽ വാശിയുള്ള? ആലോചിക്കില്ല. ആർക്കാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്? ഇത് ഭയങ്കര സേഫ് ആയിട്ടുള്ള കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആഫ്റ്റർ മാരേജ് ആരായിരിക്കും ആദ്യമേ കുക്ക് ചെയ്യുന്നത്? കൂടുതൽ മണി സേവ് ചെയ്യുന്നത് ആരാണ്? സേവ് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. കൂടുതൽ ഫാഷനബിൾ ആരാ? ഫാഷനബിൾ ആരാ? ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുമ്പോൾ ആരായിരിക്കും അതിൽ വിൻ ചെയ്യുന്നത് എപ്പോഴും? Too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. We'll build our home on mercy and grace. With faith as our foundation, love will never fade. Through every season, come joy or pain, we'll trust in the one who knows our name. In God's perfect time, He brought you to me, wrote our love story so beautifully. Every step, every turn led to this day. In God's perfect time. In my eyes, you were like dandelions in summertime. Always dancing around in my mind, beautiful butterfly. You're perfect in every way. There's only one choice I can make. I choose you over and over again. Only you. Every day till this world ends. There's no mountain I wouldn't climb, thing that I wouldn't try, nothing that I wouldn't do. I choose you. Only you.
smile, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. അവന്റെ നാമത്തിൽ കരുണയുടെ കർത്താവേ, ഇന്നത്തെ ദിവസത്തെ നിങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നല്ല ഒരു ദിവസം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്നുള്ള ജീവിതത്തില് ഇവന്റെയും സൊനാലിയുടെയും ജീവിതത്തില് മനോഹരമായ തീരുമാനം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകുവാനായിട്ട് എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് തിരികെ പോകുന്ന യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ മാതാവേ, ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ പറയുന്നേ സ്വസ്തി, കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ തൃപ്തികരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായി. I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love. Keep them close to you. And they say, hold on to this time we have, and let the light shine through. പുതിയ വണ്ണം എന്തിന് നേർച്ച പണം കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന പള്ളികളാണ് നേർച്ച. നിങ്ങൾക്ക് ഒരു പള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല. ചെല്ലുന്ന പള്ളികളൊക്കെ There are blessings all around you. Open up your eyes. Feel the sunlight fall. To my dearest friend on earth, there's no way to tell your worth. I could sail the distant sea, still be lonely.